എന്നോടറിയാം നീ ഒന്നാരാണല്ല എന്താ ഷെമി നീ ഇതുപോലെ കപ്പിൾസിനെ കൊണ്ട് പാർക്ക് പോയില്ലല്ലോ എന്ന്. ഇത്രയും കാലം ഞാൻ ഷെഫിക്ക് റോസൊന്നും കൊടുത്തില്ല, ഞാനൊന്ന് കൊടുത്തൊക്കെ. എല്ലാവരും ചെറിയനൊക്കെ വെച്ച് ഇനി നല്ല ഓനും അവിടെ വെക്കൂ. ഇവിടെ ഫുള്ള് ക്യാമറ, അധികം തിന്നാൻ പറ്റൂല. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇതാക്കണ നൗഫലിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാക്കണ റൂമിലേക്ക് വിചാരിച്ചോ. അതെ, അങ്ങനെ വിചാരിച്ചാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. പറ്റിയാ നിൽക്കണം എന്ന് വിചാരിച്ച്. അതെ, ആയിഷു കരയുണ്ടല്ലോ. ആയിഷുവിനെ റൂമിലാക്കി. ആയിഷ കുയ് കുയ് പറ്റിച്ചേ. ആയിഷു വിചാരിച്ച ആരും ഇല്ലാന്ന്. ആയിഷു കെടുക്കാണ് ഗൈസ്. പുറത്തുനിന്നാട്ടോ വീഡിയോ എടുക്കുന്നത്. ഉള്ളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു സർപ്രൈസ് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വെച്ച്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ താഴത്തുനിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് കുഴങ്ങി കഴിഞ്ഞിട്ടാണ് മുകളിൽ കയറിയത്. പക്ഷേ ആ കുഴക്കം എന്താ പറയുക, ആ ക്ഷീണങ്ങളൊക്കെ മാറാൻ വേണ്ടി ഇവിടെ ഒരു ഞങ്ങൾക്കൊരു സർപ്രൈസ് വലിയ സെറ്റാക്കി വെച്ചു. റൂമൊക്കെ സർപ്രൈസായി സെറ്റാക്കി വെച്ചതായിരുന്നു. പക്ഷേ ഇപ്പം ആവശ്യമുണ്ടായി ഞങ്ങൾക്ക് അറിയാലോ എന്തൊക്കെ എത്രത്തോളം ഓരോ സാധനങ്ങൾ വൃത്തി കൊണ്ടെടുക്കാൻ പറ്റും. അതെ, അപ്പം ഞാൻ ഇത് ഓലല്ല ഗൈസ്, ഞാനാണ് ഇത് സെറ്റാക്കിയത്, അങ്ങനെ പറയാ. നല്ലത് നല്ല എന്താ പറയാ. ഇപ്പൊ ഗൈസ് ഒരു കാൻഡിൽ ലൈറ്റ് ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കണം. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് രാത്രി ആഹാ ലവ് ചിഹ്നം അടുത്തേക്ക് ഹാർട്ട്. ദിസ് ഇസ് മൈ ഹാർട്ട് ഷെമീന, ദിസ് ഇസ് മൈ ഹാർട്ട് ഷെമീന. ചേസടി നല്ല മുന്തിരി ജ്യൂസ് ഉണ്ട്. ചേസടിക്ക് വൈനല്ല കേട്ടോ, ജ്യൂസ്. അത് ഇനി നിങ്ങൾ വൈനാണോ വേറെന്തോ ആണോന്ന് വിചാരിക്കുന്നുണ്ട. ഞാൻ കൊറേ കുടിച്ചു. ക്ഷീണത്തില് നല്ല മുന്തിരി ജ്യൂസ് കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയാണ്. റോസൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത്രയും കാലം ഞാൻ ഷെഫിക്ക് റോസൊന്നും കൊടുത്തില്ല, ഞാനൊന്ന് കൊടുത്തൊക്കെ. താങ്ക് യു. ഇനി ഞാൻ ക്ഷമിക്കും. എൻ്റെ ഒരു ഹാർട്ട് കൈമാറുകയാണ് ഗൈസ്. ഫ്ലവർ കൈമാറുകയാണ്. ഫ്ലവർ എന്തിനു വിശേഷിപ്പിക്കുന്ന അതല്ല, ഇത് പിടിച്ചില്ല നീ. ഞാൻ ഷെഫിൻ്റെ ഉള്ളെടുക്കാൻ വേണ്ടി പലതും ചോദിക്കും കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇങ്ങനെ കപ്പിൾസൊക്കെ പോകുമ്പോൾ അല്ലേ ഷെഫെങ്കിൽ ആദ്യം കപ്പിൾസിനെ ഒന്നും കൊണ്ട് എവിടെയും പോയി പാർക്ക് പോയിനോന്നൊക്കെ. അന്ന് ഇങ്ങോട്ട് വരുമ്പോ രണ്ട് കപ്പിൾസ് ഇവിടുന്ന് ബൈക്കുമേൽ അങ്ങോട്ട് പോണേ കണ്ടു എന്നോട് ക്ഷമിച്ച് ചോദിക്കുക. അല്ല, നിങ്ങൾ ആണുങ്ങളല്ല, എന്നോട് അറിയാം നീ ഒന്നാരാണല്ല. എന്താ ക്ഷമി നീ ഇതുപോലെ കപ്പിൾസിനെ കൊണ്ട് പാർക്ക് പോയില്ലല്ലോ എന്ന്. അതെന്താ വെച്ചാൽ ഞാനെങ്ങാനും പോയിക്കെന്ന് പറഞ്ഞ അവിടെ എന്തൊക്കെ ഉണ്ടാന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു ഞാൻ പാവം പോലെ. ഇല്ലല്ല, ഞാൻ പോയില്ല. രണ്ടിലും വല്ലാണ്ട്. പിന്നെ മുബാസിനോട് ചോദിച്ചു, മുബാസിന്റെ എങ്കിലും കിട്ടട്ടെ. ഓനും ഇല്ലാന്ന് ഇവര് പറയൂല. പണ്ടുള്ള സത്യത്തില് വല്ലാഹി 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 ഞാൻ അങ്ങനെ ഒരു കുട്ടീനായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ല അങ്ങനെ ഉണ്ടെ കമന്റ് അടിച്ചോളൂ, ധൈര്യമായിട്ട് അടിച്ചോളൂ. ഞാൻ ഇതുവരെ ഒരു പെണ്ണിനായിട്ട് പാർക്കിലോ അങ്ങോട്ടൊക്കെ ഒന്നും ഞാൻ പോയില്ല കല്യാണത്തിന്റെ. അതെ, അപ്പൊ കേസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇപ്പൊ ഇവിടെ നല്ല വൈബാട്ടോ. രാത്രി കാറ്റിൽ തേങ്ങാക്കുലകൾ ആടി എന്നൊക്കെ പറയുമ്പോലെ ആടാനും തേങ്ങാക്കുല ഇല്ലാതെ ഇങ്ങോട്ട് ഫ്ലവർ ഇങ്ങനെ ആട്ടി കളിക്കും. നല്ല രസമുണ്ട്. മുബാസ ഇവിടെ വൈബൊക്കെ ഒന്ന് കാണാം. അതെ, ഒരു സന്തോഷം കേസ. ഈ പ്രകാശത്തിലൊക്കെ നോക്കുമ്പോ അല്ലേ ഒരു സന്തോഷം. എന്താ അറിയൂല. നമുക്ക് രാത്രി ഞാൻ ടെറസിന്റെ മുകളിൽ ഞാൻ അപ്പൊ അങ്ങനെ വെച്ചിട്ട് കാര്യല്ലേ ചെമ്മിയെ. ഇവിടെ നമ്മൾ ഈ നിൽക്കുന്ന സംഭവം തന്നെ ഒരു ഹാർട്ട് ഷേപ്പിലാട്ടോ. അതെ, ഇത് എവിടെ ഇപ്പൊ ഞങ്ങൾ ഉള്ളതെന്ന് അറിയോ? പെരിന്തൽമണ്ണ എക്സ്. ഇവിടെ പേര് കൊടുക്കുക, പ്രൊണൗൺസ് ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ റിസോർട്ടിലാണ്. വേണമെങ്കിൽ ഓരോ നമ്പറും കൊടുക്കുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് ഈ റിസോർട്ടിലേക്ക് വന്നാൽ എന്തായാലും മുതലാവും അല്ലേ ക്ഷമ? അടിപൊളിയാണ്. കാരണം ഈ ഫ്ലൈറ്റിലൊക്കെ ഇറങ്ങണ നേരം നമ്മളെ നാട് കാണൂലേ, അതുപോലുള്ള ഒരു ഫീലിംഗ് ആണ് മൊത്തം. അടിപൊളി, നല്ല കാറ്റും ഇതൊക്കെ കണ്ടിങ്ങാണ്ട് ഇങ്ങനെ രാത്രി കപ്പിൾസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പൊളിയാണ്. ചെക്കന്മാരെന്നായിട്ട് ഇങ്ങോട്ട് വന്നത് കപ്പിൾസ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് നല്ല ഒരു എന്താ പറയാ ജ്യൂസോ അല്ല ഇനിയിപ്പോ പോണ്ടി നീ കാറിൽ പോയി എടുക്കുക. ബാസേ ഇങ്ങോട്ട് നോക്കും ബാസേ, ഞാൻ ഇങ്ങോട്ട് അന്ന ഒഴിവാക്കി ഞാൻ എന്തെങ്കിലും ചെയ്യല്ലോ ബാസേ. ആ ടോപ്പിംഗ് പോരല്ലേ. അപ്പൊ അങ്ങനെ കാണേന് രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. അതെ അതെ, പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കാണിക്കാം. പിന്നെ നല്ല ഫുഡ് ആയിരുന്നു. ഫുഡ്
അടിപൊളി ഫുഡായിരുന്നു. മറ്റേ ഇതില്ലേ ബിരിയാണി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ബിരിയാണി. അതുപോലെ സുർബിയാനി കാര്യങ്ങളൊക്കെ. അൻവേഴ്സ് റോയൽ കാറ്ററിംഗ് അടിപൊളി നല്ല നമ്മളോട് റിവ്യൂ പറഞ്ഞൊന്നും കൂടിക്ക് പോരാ. അപ്പൊ ഞാൻ നല്ല ക്ഷീണിച്ചു. ഷെമി സത്യം പറയുകയാണെങ്കിൽ നല്ല ക്ഷീണുണ്ട്. ഇനി ഏതായാലും അധികം സംസാരിക്കുന്നില്ല. ഇനി ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. നമ്മളെ പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് എടുക്കൂല, അത് ഉറപ്പായിട്ടും ഇപ്പൊ എടുക്കൂല ഗൈസ്. ഞാൻ ഇവിടെ കുറച്ച് ടൈം ഇരുന്നിട്ടൊക്കെ, അതെ ഇവിടെ കുറച്ച് ടൈം ഇരുന്നിട്ട് ഇതിലത്തെ കെട്ടോ ഷെമി, മെയ്ത്തിരി കെട്ടോ, മെയ്ത്തിരി കാൻഡില് എന്നാ അത് ഫുള്ള് കുടിച്ചാൽ. ഇനി കുടിച്ചോ ഷെമി, ഓൾറെഡി ക്ഷീണിച്ചെടുക്കുക, കുടിച്ചോട്ടെ. കാൻഡില് കാൻഡിലൈറ്റാ എടാ, മെയ്ത്തിരിടാ, മെയ്ത്തിരി കത്തിക്കുക. ഓ കത്തി കത്തി എങ്ങനെ? പക്ഷെ അത് ഓഫാക്കി കഴിഞ്ഞാൽ വീഡിയോയില് വൃച്ചുണ്ടാവില്ലല്ലോ. ഞങ്ങളിപ്പോ ഓഫാക്കി ഇവിടെ ഇരിക്കാൻ വേണ്ടി നിൽക്കുക. ഏതായാലും ബ്ലോഗിൽ കുറച്ച് ഇതൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച്. അടിപൊളി കിട്ടും. നല്ല കുഞ്ഞോളെ നാട് പോയി ഇരുന്ന കാര്യം കൂടെ കുറച്ച് കപ്പിൾസ് ആയി കഥ പറഞ്ഞോളി. ശരി, അധികം കഥ പറയണ്ട, 4 എനിക്കുണ്ട്. എനിക്ക് കഥ പറഞ്ഞു കഴിഞ്ഞാല് ഓലെ എടുത്തേക്കണ്. ബേബി എനിക്ക് ഉറങ്ങാനായില്ലേ? രാത്രി ആയില്ലേ? ഇവള് പെണീക്കുന്ന ടൈമാ. ആയുഷ് കാത്തു കാണും പിന്നെ അതിന്റെ കണ്ണ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ റൂം ഗൈസ്. ഇനി ഏതായാലും ഞങ്ങൾ ബാക്കിയെല്ലാം നാളെ രാവിലെ, അതെ അതെ വില എങ്ങനെയെങ്കിലും ക്ഷമിയായി, വില എങ്ങനെയെങ്കിലും നമ്മൾ തട്ടണം ക്ഷമിയായി. നമ്മ എല്ലായിടും ചെറിയനൊക്കെ വെച്ച് ഇനി മെല്ലെ ഓനും അട വെക്കൂ, പിന്നെ കുഞ്ഞോളി അട വെക്കൂ. ഏതായാലും അടിപൊളി കേസ്. ബാക്കിയെല്ലാം ഞങ്ങള് രാവിലെ വുഡിന്റെ റൂമാണെന്നാ തോന്നുന്നു കേട്ടോ. അപ്പൊ മെയിൻ ഡോർ ഈ ഭാഗത്തുനിന്നാ വരുന്നത്. നമ്മള് ഫസ്റ്റ് കാൻഡില് കാണിക്കാൻ വേണ്ടി പുറത്തൊക്കെ ഇങ്ങനെ കേറിയിട്ട് റൂം. ഇതാണ് ടോട്ടൽ റൂം വരുന്നത്. ഇത് പകല് കാണിക്കാനല്ലേ ഷെമിയ നല്ലത്? ഇത് നല്ലൊരു ഡ്രസ്സിങ് ഏരിയ, പിന്നെ അങ്ങോട്ട് വാഷ്റൂം, ഇതൊക്കെ അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ ഇനി ഏതായാലും രാവിലെ കാണാം ഗൈസ്. ഗുഡ് നൈറ്റ്. അപ്പൊ ഗൈസ് ഇന്നാ രാത്രി ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്നതാണ്. പക്ഷേ ഗൈസ് രാവിലെ ആയപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയി ഗൈസ് എണീക്കാൻ. അപ്പോൾ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ റൂമിൻ്റെ ഇപ്പോൾ കൂടെ തന്നെ അതിൻ്റെ ഇവിടുത്തെ ആ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കൂടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഞങ്ങൾ എത്തുമ്പോഴേക്കും ഇതാക്കണ ഇവിടുത്തെ പ്രമുഖ യൂട്യൂബേഴ്സുകളൊക്കെ ഇതാക്കണ ഇവിടെ എത്തി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ സ്പെഷ്യൽ ഫുഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കാം ഗൈസ്. ഏതാ മോനെ കെയറിങ് ഹസ്ബൻഡ് ആണ് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചായ എടുത്തില്ല. അപ്പൊ ഗൈസ് എന്തൊക്കെ ഫുഡുകൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഒരു മിനിറ്റ് ഇതൊന്ന് തുറക്കട്ടെ ഗൈസ്. നല്ല അടിപൊളി പുട്ടുണ്ട്, അൻസിബേ പുട്ടുണ്ട്, കടലയുണ്ട്. ഇതെന്താ? അതുണ്ട്, പൂരിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബാജിക്കറി ഉണ്ട്, പിന്നെ അതുപോലെ ഇതാക്കുന്ന സാലഡ്സ് ഒക്കെ ഇതാക്കണം. നമ്മളവിടെ കൊണ്ടുവന്ന് ഉമ്മയും മോൻ തന്നെ അവിടെ തിന്നുന്നത്. നമ്മളവൾക്ക് സൽക്കരിച്ചിട്ട് എല്ലാം തന്നെ. പിന്നെ ബ്രെഡ് ഉണ്ട്, ശനി ചിലപ്പം ബ്രെഡ് ആയിരിക്കും മിക്കവാറും കഴിക്കുക. പിന്നെ അതുപോലെ മുട്ടയുണ്ട്, പിന്നെ അതാക്കണ സാലഡ് അല്ല ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ ഇതെന്താ ജ്യൂസ്, പിന്നെ അതുപോലെ കോഫി, ചായ, അങ്ങനെ പല സാധനങ്ങളുണ്ട് ഗൈസ്. നെജില ടേസ്റ്റ് ഉണ്ടോ നെജില? നെജില വായിലേക്ക് ഇടാൻ പോകുമ്പോ ക്യാമറ വന്നപ്പോ നിന്നതാണ്. ഇവിടെ 2 മുട്ട എടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ, ഇവിടെ എണ്ണം കുറവാണ്. ആരാ 2 മുട്ട എടുത്ത്? ഇങ്ങനെ കുട്ടിയൊക്കെ ഇല്ല കേട്ടോ. ഒന്നുകൂടി എടുത്തൂടെ? ഞാൻ ക്യാമറ ചോദിക്കുക, അങ്ങനെ ഞാൻ എടുത്താൻ്റെ സ്വഭാവം മാറും. കമാല എങ്ങനെയുണ്ട്? സാധനം ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയല്ലേ? പുട്ടുണ്ട്, എനിക്ക് പഴം കൂട്ടി കഴിക്കേണ്ടി വരില്ലേ? പുട്ടുണ്ട്, പൂരിയുണ്ട്, മുട്ടയുണ്ട്, എല്ലാ സാധനവും.
ഷെമി കഴിക്കാൻ തുടങ്ങിയാണ്. ഇനി ഞാൻ എനിക്കുള്ളത് എടുക്കട്ടെ ഗൈസ്, ഒരു മിനിറ്റ്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ്. പിന്നെ അൻഷിഫ് പറയുന്നത് പൈസ ഒരു പ്രശ്നമാക്കരുത് എന്നുള്ളതാണ്. അൻഷിഫ് എവിടെ പോയി കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്വീകരണമാണ്. അവസാനം ആകുമ്പോൾ അറിയും ഇനി എത്ര റുപ്യൻ്റെ തിന്ന് എനിക്കറിയുമെന്ന്. പൈസ വാങ്ങൂല, ഇതിലൊക്കെ നല്ല പൈസ കൊടുക്കണതാ. അതെ, ഇനിയിപ്പോ തിന്ന പുട്ട് പീടിയെന്നാണെങ്കിൽ ഒരു പുട്ട് വെച്ച് ചെസ്റ്റ് പീസ് പിന്നെ ഉമ്മയും മോനൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ അടിപൊളി. അതെ, നമുക്ക് എന്തൊക്കെ പരിപാടികളുണ്ട് കേസ്. ഞാൻ പറയുമ്പോ നല്ല വിശന്നിട്ട് നല്ല അധ്വാനിച്ചതിന് ശേഷം ഫുഡ് കഴിക്കാം. അപ്പൊ നല്ല ടേസ്റ്റാണ് അല്ലേ? അപ്പൊ നിങ്ങൾ പറയൂ അധ്വാനിക്കാതെ നിങ്ങളോന്ന്. നമ്മളെ കുറിച്ച് പറയും ആര് പണിയെടുക്കാതെ നിങ്ങളല്ല കേട്ടോ പറയുന്നത്. നമ്മളെ ബാക്കി മറ്റേ ടീമില്ല, ഓലെ കുറിച്ചാണ് പറയുന്നത്. നല്ലോണം പണിയെടുത്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. എന്തായാലും ശരിയാണ്, പണിയെടുക്കാണ്ട് ആർക്കും പൈസ കിട്ടൂല. ഇവിടെ ഫുള്ള് ക്യാമറ, അധികം തിന്നാൻ പറ്റൂല. അപ്പോൾ ഗൈസ് ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ഗൈസ്. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനി ഞങ്ങൾ പിന്നെ കുറച്ച് പരിപാടികൾ അല്ലാണ്ട് കുറച്ച് പരിപാടികൾ സെറ്റ് ആക്കാനുള്ള ഓരോ പ്ലാനിങ്ങുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുട്ടായാലും പിന്നെ അതുപോലെ പൂരി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുപോലെ തന്നെ ഷെമിക്കും ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഷെമി ഇതാക്കുന്ന പിന്നെ ആശുവിന് ചായയൊക്കെ കൊടുക്കുകയാണ്. ആശു അവിടുന്ന് ചായ കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ ആശുവിന് ചായ കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ആശുവിൻ്റെ ചായ കുടിക്കുന്നേറുള്ള കച്ചറകൾ കാര്യങ്ങളൊക്കെ. അപ്പം പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയാനുള്ളത് ഈ റിസോർട്ടായാലും അതുപോലെ തന്നെ ഈ റിസോർട്ടിൻ്റെ ഓണേഴ്സ് കാര്യങ്ങൾ സർവൻ്റ് എല്ലാവരും നല്ല അടിപൊളി പെരുമാറ്റവും നല്ലൊരു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അടിപൊളിയാണ്. പിന്നെ ഫുഡ് അടിപൊളി, ഫുഡിൻ്റെ എടുത്ത് പറയണം. അപ്പോൾ ഏതായാലും അടിപൊളിയാണ്. പിന്നെ ഇനി ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ചെയ്ത വീഡിയോസുകൾ പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ ഇപ്പോൾ തന്നെ ഇടാം ഇൻഷാ അല്ലാ. എപ്പോഴോ അല്ല നാളെ ആയിട്ട് ഇടാം. അപ്പം ഏതായാലും ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ ബൈ.